ഈശാവാസ്യ ഉപനിഷത്ത്. ഇതിന്റെ ഋഷിയാണ് ദധ്യങ്ങാഥർവണൻ. ഓക്കെ. അപ്പം 17ാമത്തെ പേജിൽ 4ാമത്തെ മന്ത്രം തുടങ്ങുകയാണ്. ടീക്കയില് ഉത്തരമന്ത്രം അവതാരയതി. ഇതേപോലെ മുമ്പും കണ്ടതാണ്. ഉത്തരമന്ത്രം അടുത്ത മന്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. ആര്? ഭാഷ്യകാരൻ അവതരിപ്പിക്കുകയാണ് ആ മന്ത്രത്തെ ആദ്യം. അപ്പൊ ഭാഷ്യം കാണാം. യസ്യ ആത്മനോ ഹനനാത് അവിദ്വാംസഃ സംസരന്തി തദ് വിപര്യേണ വിദ്വാംസോ ജനാഃ മുച്യന്തെ തേന ആത്മഹനഃ. അത് ഇത്രയും ഭാഗം നോക്കിയോ. യസ്യ ആത്മനോ ഹനനാത്, യാതൊരു ആത്മാവിന്റെ ഹനനം കൊണ്ട്. ഈ ഹനനം എന്താണ്? എന്തിനാണ് ഇവിടെ ഹനനം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്? ആത്മാവിനെ അറിയാതിരിക്കൽ. ആത്മാവിനെ അറിയാതിരിക്കുക. അപ്പൊ ഏതൊരു ആത്മാവിനെ അറിവില്ലായ്മ എന്നുള്ള ഹനനത്താൽ അവിദ്വാൻമാർ, ആത്മാവിനെ അറിയുന്നില്ലെങ്കിൽ പിന്നെ അവിദ്വാനായിരിക്കുമല്ലോ. അപ്പൊ അറിവില്ലാത്തവർ സംസരന്തി, സംസാരം കുർവന്തി, സംസാരം പ്രാപ്നോതി. പ്രാപ്നമന്തി എന്ന് ഒരു ബഹുവചനമാണത്. ഓക്കെ. സംസരന്തി. അപ്പോൾ യാതൊരു ആളാണോ, യാതൊരുവന്മാരാണോ സ്വരൂപജ്ഞാനം ഇല്ലാത്തതിനാൽ വീണ്ടും ജനന മരണ ചക്രമായിരിക്കും ഈ സംസാരത്തെ പ്രാപിക്കുന്നത്. ഒന്ന്, അത് വിപര്യേണ, അതിന്റെ നേർവിപരീതമായി എന്ന് പറയുന്ന അർത്ഥം കിട്ടും. ആ ബ്രഹ്മസ്വരൂപ ഐക്യം തിരിച്ചറിഞ്ഞവർ, ജീവനുള്ള ബ്രഹ്മവുമായിട്ടുള്ള ഐക്യത്തെ അറിഞ്ഞവർ, ഐക്യജ്ഞാനം വരെ പോണേ, കേവല ബ്രഹ്മജ്ഞാനം കൊണ്ടൊന്നും കൈവല്യം ഇല്ല. അവാന്തരവാക്യജന്യ മഹാവാക്യത്തിൽ നിന്ന് മാത്രമേ ഇതുണ്ടാവത്തുള്ളൂ, കൈവല്യം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവാന്തരവാക്യം എന്ന് പറയുന്ന അർത്ഥം സ്വരൂപബോധകം വാക്യം, അവാന്തരവാക്യം. അവിടെ തന്നെ രണ്ടെണ്ണം വരും. എങ്ങനെ? ഈശ്വരനായി, അതായത് തത്ത് ത്വം അസി എന്നുള്ള വാക്യത്തെ എടുത്താൽ മതി. അവിടെ തത്പദത്തിന്റെ വാച്യമായിരിക്കുന്ന ഈശ്വരനുണ്ട്. ഈശ്വരനെ പറയുന്ന വാക്യങ്ങളാണ് യഥോ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. ഏതൊരു ബ്രഹ്മത്തിൽ നിന്നാണോ ഈ ജഗത് ഉത്പന്നമായത്, സ്ഥിതമായത്, നിലനിൽക്കുന്നത്, പിന്നെ ലയിക്കുന്നത്, ലയിച്ച് ബ്രഹ്മമായിട്ട് ഏകത്വം പ്രാപിച്ചു പോകുന്നത് എന്നും പറഞ്ഞിട്ട് ജഗത്തിന്റെ കാരണനായിരിക്കുന്ന ഈശ്വരനെ പറയുന്ന വാക്യങ്ങളാണ് തത്പദാർത്ഥമായിരിക്കുന്ന വാച്യാർത്ഥത്തെ പറയുന്ന വാക്യങ്ങൾ. അതും ഒരു അവാന്തര വാക്യമാണ്. വാച്യാർത്ഥത്തെ പറയുന്ന അവാന്തര വാക്യമാണ്. പല വാക്യങ്ങളിലും ഒന്നെടുത്തുള്ളൂ, ഏതോ വായുമാനം ഭൂതാനി ജായന്തി എന്നുള്ളത്. അതിന്റെ ലക്ഷ്യാർത്ഥത്തെ പറയുന്ന വാക്യങ്ങളാണ് സത്യജ്ഞാനമനന്തം ബ്രഹ്മ. അപ്പൊ എന്തായി? രണ്ട് അവാന്തര വാക്യം കഴിഞ്ഞു. തത്പദാർത്ഥത്തിന്റെ രണ്ടെണ്ണം ഉണ്ട്. തത്പദാർത്ഥത്തിന്റെ ലക്ഷ്യമുണ്ട്, തത്പദാർത്ഥത്തിന്റെ ശക്തിയുണ്ട്. തത്പദാർത്ഥത്തിന്റെ ശക്തിത്തെ പറയുന്നതാണ് യഥോ വായുമാനി ഭൂതാനി ജായന്തി എന്നുള്ള വാക്യങ്ങൾ. ലക്ഷ്യത്തെ പറയുന്ന വാക്യങ്ങളാണ് സ്വരൂപത്തെ പറയുക. എങ്ങനെ? രണ്ട് സ്വരൂപത്തെ തന്നെയാണ് പറയുന്നത്, പക്ഷെ ഒന്ന് വിശിഷ്ട സ്വരൂപനെ പറയാണ്, മറ്റൊന്ന് ലക്ഷ്യസ്വരൂപനെ പറയാണ്. അതാണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ളത്. ഇനി ജീവനെയും പറയണ്ടേ. അപ്പൊ ജീവനെ പറയുന്ന സമയത്ത് ജീവന്റെ ശക്യാർത്ഥത്തെ പറയുന്നതാണ് മഹാമത്സ്യ ദൃഷ്ടാന്തം നടത്തുന്ന സമയത്ത് ഉഭയ കൂലെ അനുസഞ്ചരതി. ഓക്കെ. അതായത് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലൂടെ പോകുന്ന ഒരു വിശ്വ തൈസ പ്രാജ്ഞ സ്വരൂപനായിരിക്കുന്ന ജീവനുണ്ട്. ഇവൻ വിശൻ അവൻ തന്നെയാണ്, സൈസൻ അവൻ തന്നെയാണ്, പ്രാജ്ഞൻ. പക്ഷെ അവൻ അവസ്ഥാഭേദങ്ങളിൽ ഭിന്ന ഭിന്ന നാമത്തോടു കൂടി ഇരിക്കുന്നതാണ്. ഈ വാക്യങ്ങളിൽ നിന്ന് അവസ്ഥകളിലൂടെ അവസ്ഥ അഭിമാനിയായിട്ടിരിക്കുന്ന ഒരു ജീവനെ കാണാം. അവനാണ് ത്വംപദത്തിന്റെ വാച്യാർത്ഥം. ഇതിനുശേഷം അവിടെ കാണാം ത്വംപദത്തിന്റെ ലക്ഷ്യത്തെ പറയാൻ വേണ്ടിയിട്ട് ഹൃദയാന്തർജ്യോതി പുരുഷ ഇത്യാദി വാക്യങ്ങളിലൂടെ ഹൃദയത്തിന്റെ അന്തർജ്യോതിയായിരിക്കുന്ന കൂടസ്ഥ ആത്മാവിനെ പറയുന്ന വാക്യങ്ങളുണ്ട്. അതിൽ നിന്ന് ജീവന്റെ ശുദ്ധസ്വരൂപനായിരിക്കുന്ന കൂടസ്ഥനെ മനസ്സിലാക്കണം. ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളെ മനസ്സിലാക്കിയ ശേഷം ആ ലക്ഷ്യങ്ങൾ രണ്ടും വാസ്തവത്തിൽ ഒന്നാണ് എന്നാണ് തത്വമസി വാക്യം പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ തത്വമസിയിലൂടെ ഐക്യം ബോധിക്കണമെങ്കിൽ ആദ്യം രണ്ട് ശുദ്ധന്മാരെ അറിയണം, എന്നിട്ടാണ് ശുദ്ധന്മാരുടെ ഐക്യം ബോധിപ്പിക്കുന്നത് വാക്യം. ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതേപോലെ മനസ്സിലാക്കാൻ വേണം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയത്നം ശുദ്ധനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ത്വംപദാർത്ഥ വിവേകം നടത്താൻ വേണ്ടിയാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ത്വംപദാർത്ഥ വിവേകായ സന്യാസ സർവകർമ്മണം. അതായത് ഞാൻ എന്നുള്ള അഭിമാനം ശരീര സംബന്ധിയായിട്ടാണ് കൂടുതലുള്ളത്. ഇതിനെ ഒഴിച്ചിട്ട് കേവല ബ്രഹ്മമാണ് ഞാൻ, അതായത് കേവല കൂട്ടസ്ഥ വസ്തുവാണ് ഞാൻ എന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയത്നം ആവശ്യമുള്ളത്. അതിനുവേണ്ടി നിരന്തര നിധ്യാസനം ആവശ്യം വരുന്നുണ്ട്.
അതിനു വേണ്ടിയാണ് മറ്റു കർമ്മങ്ങളുടെ സന്യാസ സ്വരൂപമായിരിക്കുന്ന മറ്റു കർമ്മങ്ങളുടെ ത്യാഗ സ്വരൂപമായിരിക്കുന്ന സന്യാസം സ്വീകരിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പരമ്പര. അപ്പോൾ എന്ത് പറ്റി? അത് വിപരീയണ ആരാണോ സന്യാസപൂർവമായിരിക്കുന്ന ശ്രവണ മനന നിധിധ്യാസനം നടത്തിക്കൊണ്ട് ആ ബ്രഹ്മവസ്തുവിന്റെ ഐക്യജ്ഞാനം തിരിച്ചറിഞ്ഞത്, വിദ്വാൻസഹ ജനാഹ, യാതൊരു വിദ്വാൻ ജനങ്ങളുണ്ടോ അവർക്ക് എന്ത് പറ്റും? മുച്യന്തേ, മുക്തന്മാരാവും. രണ്ട് കേട്ടോ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രസംഗം മാറാൻ പോവാണ്. ഈ ജ്ഞാനം ഉണ്ടായിട്ടുണ്ടല്ലോ, വിദ്വാൻ സഹ എന്നൊരു വിദ്വാൻമാർ, വിദ്വാൻമാരിൽ എന്തുണ്ട്? ജ്ഞാനത്വം. ജ്ഞാനത്വം അല്ല, ജ്ഞാനം. ജ്ഞാനം. ആ വിദ്വാനിലിരിക്കുന്ന വിദ്വത്വം എന്നുള്ളത് വിദ്യയാണ്. വിദ്യ ഇരുന്നാൽ വിദ്വാൻ, വിദ്വാനിൽ വിദ്വത്വം. അപ്പം വിദ്യ ഫിസിക്കൽ ടു വിദ്വത്വം. വിദ്വത്വം എന്ന് പറഞ്ഞാൽ വിദ്യ എന്ന് പറഞ്ഞാൽ മതി, ചുരുക്കി പറഞ്ഞാല്. അപ്പോൾ ആ വിദ്യ കൊണ്ട് വിദ്യയ്ക്ക്, വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനമല്ലേ? ഈ ജ്ഞാനം എന്താ സാധനം എന്ന് പറയാദ്യം. വിദ്വാനുള്ള ജ്ഞാനം ഇതെന്താണ് സാധനം? ഘടമാണോ, പടമാണോ, ഇന്ദ്രിയമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ? എന്താണ് സാധനം? ജ്ഞാനം എന്നുള്ളത് എന്താണ് വസ്തു എന്ന് പറയാദ്യം. ഞാൻ തന്നെയാണ് പരമാത്മാവ് എന്നുള്ള ജ്ഞാനം. ഞാൻ ചോദിച്ചത് ജ്ഞാനം എന്താ സാധനം എന്നാ ചോദിച്ചത്. മണ്ണാണോ, കല്ലാണോ, എന്താണ് സാധനം? ബ്രഹ്മസ്വരൂപമാണോ? അറിവ്. അറിവ് അറിവ് എന്ന് അറിവ് എന്ന് പറഞ്ഞ ജ്ഞാനമാണ്. അതെന്താ സാധനം എന്ന് പറ. അന്ധകരണ വികസിത ചൈതന്യം അഥവാ വൃത്തി. അന്ധകരണത്തിന് ചൈതന്യം, അന്ധകരണ വൃത്തി വച്ചന ചൈതന്യം. അതിനെ ജ്ഞാനം എന്ന് പറയുന്നത്. എത്ര കാലായ കുട്ടികളെ, നിങ്ങൾക്ക് ഗുരുക്കന്മാരുടെ കൃപ അധികമായതുകൊണ്ടേ വേണ്ടത് മാത്രം ചിന്തിക്കത്തില്ല, കാട് കയറിപ്പോയി എങ്ങോട്ടെങ്കിലും. അന്ധകരണത്തിന്റെ വൃത്തി മാത്രമാണ് ബ്രഹ്മാകാര വൃത്തി. അത് ബ്രഹ്മമല്ല. ബ്രഹ്മം അജ്ഞാനത്തെ നശിപ്പിക്കത്തില്ല. ബ്രഹ്മാകാര അന്ധകരണ വൃത്തി മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കത്തുള്ളൂ. അത് ജീവന്റെ പ്രയത്നം കൊണ്ട് അന്ധകരണത്തിൽ ഉണ്ടാവുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിനെടുത്തു മാറ്റാൻ പറ്റത്തില്ല. അത് സ്വന്തം നഷ്ടപ്പെട്ടോളും. അതോടുകൂടി ആ ജീവൻ ബ്രഹ്മസ്വരൂപമായി കഴിഞ്ഞു. അതായത് ഇപ്പം ചോദിക്കുകയാണ് നമ്മള്, ഘടം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മെറ്റീരിയൽ കോസ് എന്താണെന്ന് എന്റെ ചോദ്യം. ഘടത്തിന്റെ പടത്തിന്റെ കോസ് എന്താണ്? അതും വൃത്തിയാണ്. വൃത്തിയാണ് നൈയായികന്. പക്ഷേ മണ്ണല്ലെന്നേ ഉള്ളൂ. കാരണം മണ്ണിൽ നിന്നുണ്ടാവുന്ന മരം, അതിന്റെ ആ പൾപ്പിൽ, ഇവിടെ കോട്ടൺ എന്ന് പറഞ്ഞാല് എന്താണ്? അതും പൃഥ്വിപ്പെട്ട സാധനമാണ്. ഗന്ധം ഉണ്ടെങ്കിൽ അത് പൃഥ്വിയാണ് നൈയായികന്. മണ്ണ് എന്നതിന് അർത്ഥമില്ല. ടീക്കേ, മണ്ണ് പൃഥ്വിയുടെ ഒരു രൂപം മാത്രമാണ്. പലതുണ്ട്, മരവും ഇലയും എല്ലാം മണ്ണുപെട്ടതാണ്. പൃഥ്വിപ്പെട്ടതാണ്, മണ്ണല്ല, പൃഥ്വിപ്പെട്ടതാണ്. അറിവെന്ന് പറഞ്ഞാല് അന്ധകരണത്തിന്റെ വൃത്തിയും വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യമാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രക്രിയ പഠിപ്പിക്കുന്നത്. കാരണം പ്രക്രിയ ഓരോ 5-8 വർഷം പ്രക്രിയ കേട്ട് 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 മാത്രമേ പതിക്കത്തുള്ളൂ. ഇത് കണ്ടിട്ടാണല്ലോ നമ്മളിപ്പോ പണ്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടും കണ്ടിട്ടും വേറുള്ളവർ പറഞ്ഞിട്ടുമാണല്ലോ നമ്മളെ ബുദ്ധിയിലേക്ക് ഈ മണ്ണാണ് ഘടന്ന് മനസ്സിലാവുന്നത്. അല്ലാണ്ട് ഉദിക്കുന്നില്ലല്ലോ. അപ്പം ഈ പറഞ്ഞ് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഘടന്ന് മനസ്സിലാക്കുന്നത്. ഇതൊരു ബുക്കാണെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ആദ്യം ഒരാൾ ബുക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിനെ കൊണ്ടാണല്ലോ ബുക്ക് എന്ന് പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെയല്ലേ? ഇതിന്റെ പരമ്പര അങ്ങനെയാണ്. കാരണം ഋഷിയുടെ കയ്യിൽ നിന്ന് വരുന്നതാണല്ലോ ഇത്. ഋഷി അടുത്ത പരമ്പരയ്ക്ക് പറഞ്ഞു കൊടുത്ത് വാമൊഴി വന്നത് പിന്നെ വരമൊഴിയിലേക്ക് മാറിയെന്നുള്ളൂ. പണ്ടൊക്കെ ആദ്യം മനപ്പാഠാക്കിയ ശേഷമേ ബാക്കി പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അന്നപ്പോൾ ഉപസ്ഥിതമായിരിക്കും, പങ്ക്തി കയ്യിൽ ഉപസ്ഥിതമാണ് അവർക്ക്. അതുകൊണ്ട് വിഷയം പക്കയായിരിക്കും. എന്നതില്ല. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഈ രീതിയിലേക്ക് നമ്മളെ ആര് വാർത്തെടുത്തു? ബ്രഹ്മാകാര വൃത്തി എന്ന് പറഞ്ഞ അന്ധകരണ വൃത്തിയാണെന്ന് എത്ര പേർക്കറിയാം? ഈ ബ്രഹ്മജ്ഞാനം എന്നുള്ളത് കേവല അന്ധകരണ വൃത്തിയാണെന്നും അത് ബ്രഹ്മസ്വരൂപമല്ലെന്നും ഘടം തന്നെ 2 ഉണ്ട്. ഒന്ന് നമ്മൾ പുറത്ത് കാണുന്ന ഘടം, അത് നമുക്ക് വെള്ളം വെച്ച് വെക്കാം. പക്ഷെ ആ ഘടത്തിന്റെ അറിവാണ് മറ്റൊരു ഘടത്തെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ആ ഘടത്തിന്റെ അറിവാണ് ആ ഘടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇച്ഛിക്കാനുള്ള കാരണം. ജാനാതി ഇച്ഛതി യഥത എന്ന. അപ്പോൾ ജ്ഞാനമാണ് അവിടെ കാരണമായിട്ട് മാറിയത്, വസ്തുവല്ല. ചില സ്ഥലത്ത് വസ്തുക്കളായിരിക്കും കാരണം, ചില സ്ഥലത്ത് വസ്തുജ്ഞാനമായിരിക്കും കാരണം. വെള്ളം തിളപ്പിക്കാൻ വന്യജ്ഞാനം കാരണമാകത്തില്ല, മഞ്ഞയാണ് കാരണം. ഈ ശാസ്ത്ര പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ശാസ്ത്രമാണ് പ്രമാണം. ശാസ്ത്രജന്യമായിരിക്കുന്ന ബോധം എന്നുള്ള അന്ധകരണ വൃത്തി ഉദിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടുന്ന് രക്ഷയുള്ളൂ.
അതുകൊണ്ട് അധ്യയനം സ്ഥിരമായി നടത്തിക്കൊള്ളൂ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഈ വേർഡ് അന്ധകരണം എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുന്നത് എന്തിനാ? ഉള്ളിലുള്ള അന്ധകരണം. കരണം എന്ന് പറയാൻ അസാധാരണ. അതുകൊണ്ട് നൈയായികന്റെ കുറെ സാധനം ഇവിടെ ആവശ്യമുണ്ട്. ആ. കാരണങ്ങൾ തന്നെ പലവിധമാക്കി മാറ്റും. നൈയായികൻ ഉം. സമവായി അസമവായി നിമിത്ത കാരണം എന്ന് പറഞ്ഞുണ്ടാക്കും. വേദാന്തി ഉം. ഉപാദാനം നിമിത്തം എന്ന് അവർ നൈയായികൻ 3 ആക്കും. സമവായി അസമവായി നിമിത്തം. വേദാന്തി ഉപാദാന നിമിത്തം എന്ന് 2 ആക്കിയെത്തുള്ളൂ. അവിടെ തന്നെ അസാധാരണ കാരണത്തെ കാരണം എന്ന് പറയും. അസാധാരണ കാരണം സാധാരണ ഒരു കാര്യത്തിന് സാധാരണ കാരണം ഉണ്ടാവും, അസാധാരണ കാരണം ഉണ്ടാവും. ഈ സാധാരണ കാരണത്തെ കുറിച്ച് പറഞ്ഞാൽ നൈയായികൻ പറയും. ആരെങ്കിലും പറ സാധാരണ കാരണത്തിന്റെ ശ്ലോകം പറഞ്ഞേ. ഈശസ്തജ്ഞാന യത്നേച്ച കാലോ ദൃഷ്ടം ദിഗേവച പ്രാക് പ്രതിബന്ധകാഭാവോ കാര്യസാധാരണ സ്മൃതാഹ. ഈശ തജ്ഞാന. തജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് തസ്യജ്ഞാനം തജ്ഞാനം, ഈശ്വരന്റെ ജ്ഞാനം. ഇതൊക്കെ സാധാരണ കാരണത്തെ പറയാണ്. ഈശ്വരൻ സാധാരണ കാരണമാണ്, ഈശ്വരന്റെ ജ്ഞാനം സാധാരണ കാരണമാണ്, ഈശ്വരന്റെ പ്രയത്നം സാധാരണ കാരണമാണ്. സാധാരണ എല്ലാ വസ്തുക്കളുടെയും കാരണമായിരിക്കും അവൻ. ഈശ തജ്ഞാന യത്ന ഇച്ഛ കാലം അദൃഷ്ട എന്ന് പറഞ്ഞ പുണ്യഭാവമായിരിക്കുന്ന അദൃഷ്ടം, അത് വെച്ചിട്ടാണ് ഈശ്വരൻ ജഗത്ത് സൃഷ്ടിക്കുന്നത്. കാലോ ദൃഷ്ടം. ദിക്ക് എന്നുള്ള സാധാരണ കാരണമാണ്. ദിഗേ വെച്ച പിന്നെ 2 പ്രാക് പ്രതിബന്ധകാഭാവം എന്നുള്ള 2 പ്രാഗഭാവം, പ്രതിബന്ധകാഭാവം. ഇത്രയും കാരണങ്ങൾ സാധാരണമാണ് എന്ന് പറഞ്ഞാൽ സകല കാര്യപ്രതി സാധാരണമാണ്. ഇതില്ലാതെ ഒരു സാധനം ഉത്പന്നമാകത്തില്ല. പിന്നെ മറ്റുള്ള കാരണങ്ങളെയാണ് അസാധാരണ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അസാധാരണ കാരണത്തെ നമ്മൾ കരണം എന്ന് പറയും. അത് പ്രമേയെ സംബന്ധിച്ച് കരണത്തെ നമ്മൾ പ്രമാണം എന്ന് പറയും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഘടത്തെ സംബന്ധിച്ച് അസാധാരണ കാരണം. ജ്ഞാനം എന്നുള്ള ഘടം കാര്യമാണ്, ജ്ഞാനവും കാര്യമാണ്. ജ്ഞാനത്തെ സംബന്ധിച്ച് അസാധാരണ കാരണമാണ് കരണം, പ്രമാണം. ടീക്കെ. അതുകൊണ്ടാണ് ശബ്ദം പ്രമാണമായി മാറുന്നത്. ഏതിനെ സംബന്ധിച്ച്? ശബ്ദജ്ഞാനത്തിന്. അപ്പൊ ശബ്ദജ്ഞാനത്തിന്റെ ഏതായിരിക്കും ശബ്ദം? എന്തായിരിക്കും ശബ്ദം? അസാധാരണ കാരണമായിരിക്കും, പ്രമാണമായിരിക്കും. പ്രമാണമാണെങ്കിൽ അസാധാരണ കാരണമായിരിക്കും. പ്രമാണം പറഞ്ഞാലും വിശകലനം ചെയ്തിട്ടാണ് ജ്ഞാനം ഉണ്ടാവുന്നത്, അല്ലെ? പ്രമാണത്തിന്റെ വിശകലനം അതാണ് ശരിയാണ്. പ്രമാണത്തിൽ തന്നെ ഇനിയും കുറെ സംസാരിക്കാനുണ്ട്. ശ്രവണം, മനനം, നിധിധ്യാസനം. ശ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ശബ്ദത്തെ ഉപയോഗിച്ചിട്ടാണ് വരിക. എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ശ്രവണം മാത്രമേ പ്രമാണത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രമാണത്തിന് വേറൊരു സൈഡാണ് മനനം വരുന്നത്. അതായത് ശ്രവണത്തിന്റെ അർത്ഥം എന്താ? ശ്രവണം എന്തിനു വേണ്ടിയാ? ശ്രവണം എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാല് പ്രമാണഗത സംശയ നിവൃത്തിക്ക് വേണ്ടിയാണ് ശ്രവണം. അതായത് അദ്വിതീയമായിരിക്കുന്ന ഒരു വസ്തു ഉണ്ട് എന്നുള്ളതിന് ഏതെങ്കിലും പ്രമാണം ഉണ്ടോ? അപ്പം ഉണ്ട്. ഏതാ? അദ്വിതീയ വാക്യങ്ങൾ. അതെങ്ങനെ മനസ്സിലാവും? ഗുരുമുഖത്ത് നിന്ന് കേട്ടറിഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് ശ്രവണം എന്ന് പറയുന്നത്. ശ്രവണം എന്ന് പറഞ്ഞാൽ തന്നെ സകല വാക്യങ്ങളുടെയും അർത്ഥമായിരിക്കുന്ന ബ്രഹ്മത്തെ നിശ്ചയിക്കുക എന്നുള്ളതാണ് വാക്യങ്ങളിലൂടെ. അപ്പോൾ അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാല് പ്രമാണഗത സംശയം നിവൃത്തമാവും. എന്നിരുന്നാലും പ്രമേയഗത സംശയം ബാക്കി നിലനിൽക്കും. ആ പ്രമേയഗത സംശയം മാറ്റാനായിട്ടാണ് മനനം. യുക്തിയ സംഭാവിതത്വ അനുസന്ധാനം മനനം. യുക്തി കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതിന്റെ അനുസന്ധാനത്തെയാണ് മനനം എന്ന് പറയുന്നത്. അതായത് എപ്രകാരം ഒരു മൃത്തിന്റെ ജ്ഞാനം കൊണ്ട് സകല മൃത്തിൽ നിന്നുണ്ടാവുന്ന ഘടശരാവാദികളുടെ ജ്ഞാനം ഉണ്ടാകുമോ? ഒരു സുവർണജ്ഞാനം കൊണ്ട് സുവർണത്തിൽ നിന്നുണ്ടാവുന്ന സകല ആഭരണങ്ങളുടെയും ജ്ഞാനം ഉണ്ടാവുന്നുവോ? ഇതേപോലെ ഏകനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ സകല ബ്രഹ്മ കാര്യങ്ങളുടെ ജ്ഞാനം ഉണ്ടാവും. ഇത് ശരിക്കും കാര്യജ്ഞാനത്തിന് വേണ്ടിയല്ല പറഞ്ഞത്. ഇവിടുന്ന് സ്റ്റെപ്പ് മാറ്റിക്കളയും. അത് വിചിത്രമായിരിക്കുന്ന സ്റ്റെപ്പ് അവതരിപ്പിച്ച് കളയും. ഇത് പിടികിട്ടാൻ വലിയ പാടാണ് തുടക്കക്കാർക്ക്. അത് ആദ്യം പഠിപ്പിക്കുന്ന ആൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും പിടികിട്ടൂല, ഒരു സാധനം പിടികിട്ടൂല. നമ്മൾ വിചാരിക്കും ബ്രഹ്മജ്ഞാനം കിട്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ മനസ്സിലെ കാര്യം പറയാം, മറ്റുള്ളവനെ നിലനിൽക്കത്തില്ല. പിന്നെ ഇവിടുന്ന് അവന്റെ മനസ്സിലെ കാര്യം പറയാൻ പോകുന്നത്. അപ്പൊ ഇത് വേറൊരു കാര്യം പറയേണ്ടിയിട്ടാണ് അവർ തുടങ്ങുക. ടീക്ക്. ഇപ്രകാരം മനനത്തിലൂടെ പ്രമേയം ആയിരിക്കുന്ന ഐക്യ വസ്തുവിലെ സംശയം നിവൃത്തമായാലും നമ്മൾക്കപ്പോഴും നമ്മുടെ ശരീരത്തില് ഞാനെന്നുള്ള ഭാവമുണ്ട്, വിപരീത ഭാവന ഉണ്ടാവും. ആ വിപരീത ഭാവന നിവൃത്തിക്ക് വേണ്ടിയാണ് നിധിധ്യാസനം ചെയ്യുന്നത്. ഇങ്ങനെ നിധിധ്യാസനത്തിലുള്ള വിപരീത ഭാവന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ബ്രഹ്മാത്മ ഐക്യ ബോധം ഉത്പന്നമാകും. ഇതാണ് പ്രക്രിയ. ഇങ്ങനത്തെ പ്രക്രിയയിലൂടെയൊക്കെ പോയെങ്കിൽ മാത്രമേ അവഗതി ഉണ്ടാകത്തുള്ളൂ. ഇത് പ്രിസർവ് ചെയ്യാന്നുള്ളതിന് വലിയ കാര്യം. നിലനിർത്തിയെങ്കിൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകത്തുള്ളൂ. തലമുറ പോട്ടെ, സ്വന്തം എന്ത് മനസ്സിലാക്കി? തനിക്കെന്ത് കിട്ടി? അവിടെ തന്നെയുള്ള ശുദ്ധനാരാണ്? അതായത് നിരാകാര സഗുണനാരാണ്? സാകാര സഗുണരാരാണ്? അതിൽ തന്നെ എന്താണ് വിരാട് ആരാണ്? ഹിരണ്യഗർഭൻ ആരാണ്?
ഒന്നും അറിയത്തില്ല. ശരി, എന്താ പറയുക, സട്ടിൽ ബോഡിയിൽ അഹങ്കരിക്കുന്ന ആരാണ്, ഗ്രോസ് ബോഡിയിൽ അഹങ്കരിക്കുന്ന ആരാണെന്ന് ഇതൊന്നും അറിയത്തില്ല നമുക്ക്. ഈ ക്ഷേത്രങ്ങളിൽ പലപ്പോഴേ ഈ വ്യാളി കൂലി എന്ന് പറഞ്ഞ സാധനത്തിന് നാവ് നീട്ടി ദേവതകൾ ഇരിക്കുന്നതിനാ ഞാൻ സത്യത്തിൽ ഇതെന്തിനാണ് നമ്മൾ പേടിപ്പിക്കുന്ന ഐഡിയൽസ് വെച്ചതെന്നുള്ളതാണ്. നമ്മൾ ഈ അദ്വിതീയ ബോധത്തിന് വേണ്ടി ഇതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷെ ഇതെന്താ, ഇതൊക്കെ ഡേറ്റീസ് ആണെന്ന് മനസ്സിലായോ? അത് വേണ്ടാന്നല്ല, അത് അതിന്റെ സ്ഥാനത്ത് അത് അങ്ങനെയാണ്. അപ്പം ഡേറ്റ് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതിന് അദ്വൈത വേദാന്തമായിട്ട് ബന്ധമെന്ന് വെച്ചാൽ ഒരു പുലബന്ധമില്ല. അദ്വൈത വേദാന്തത്തിന് എന്താ ഇത്ര ഗ്രേറ്റ്നെസ്? ഇത് മാത്രമേ നിങ്ങളുടെ അജ്ഞാനം നശിപ്പിക്കത്തുള്ളൂ. മറ്റതെല്ലാം മറ്റേ ഭുക്തിക്കുള്ളതാണ്, മുക്തിക്കുള്ളതല്ല മക്കളെ. ശരി, ഒരു വഴി രണ്ടിടത്ത് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് വഴി രണ്ടായിട്ട് മാറണം, ഇല്ലെങ്കിൽ ഒറ്റ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതെന്താ പ്രശ്നം എന്ന് പറയാൻ, നമ്മൾ അറിവുള്ളവൻ പറയാൻ നിന്നിട്ടില്ല, പലർക്കും അറിയത്തില്ലായിരുന്നു ക്ലിയർ കട്ടായിട്ട് വേദാന്തം അവതരിപ്പിക്കാൻ. നിങ്ങൾക്കിത് കുറച്ചു കാലം കഴിഞ്ഞാൽ മനസ്സിലാവും നാട്ടുകാരെന്തുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല. അറിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ആയിരക്കണക്കിന് പ്രസംഗം അവതരിപ്പിക്കാനുണ്ട്. ഇത് എങ്ങനെ തലയിൽ കയറുന്നു പറഞ്ഞാല് അത് പരമ്പരയിലൂടെ നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കയറി കിട്ടും എന്നുള്ളതാണ്. ഇഷ്ടം പോലെ പ്രക്രിയ ഉണ്ട് ഇത് പറഞ്ഞു പോകാൻ. അതാണ്, അതൊരു ഈശ്വര കൃപയാണ്. ഈ പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് കൊണ്ട് ആരെങ്കിലും ഒക്കെ കയറി വരും, സംസാരിക്കും. ഇത് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ശരി, അന്നപ്പോൾ എന്താ, തേന ആത്മഹനഹ മുച്ചന്തേ തേ ന ആത്മഹനഹ എന്നാട്ടോ. തേന എന്നല്ലത്, തേ അവർ, ന ആത്മഹനഹ അവർ ആത്മാവിനെ കൊല്ലുന്നവരല്ല, അവർ ആത്മഘാതികളല്ല. കാരണം അവർക്ക് ബ്രഹ്മകാര വൃത്തിയുണ്ട്. ഇനിയാണ് നമ്മൾക്ക് ചോദ്യം ഉന്നയിക്കുന്നത്. ഇവിടെ നമ്മൾ തത് കീദൃശം ആത്മതത്വം ഇതി, അതായത് ആ ആത്മാകാര വൃത്തിയുടെ വിഷയം എന്താകുന്നു. ഇപ്പൊ മനസ്സിലായോ ആത്മജ്ഞാനത്തിന് വിഷയമാകുന്നുള്ളത്? വലിയ വായിൽ ആൾക്കാർ വിളിച്ചു പറയും ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാവില്ല, അത് ബുദ്ധിക്ക് വിഷയമൊന്നുമല്ല, അത് സ്വരൂപമാണ്. ഇത് മക്കളെ ഋഷികേശിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഞങ്ങളുടെ ആചാര്യ അടുത്ത് പഠിച്ചല്ല, വേറൊരു ആചാര്യ അടുത്ത് പഠിച്ച് പുറത്തിറങ്ങിയ എന്റെ സുഹൃത്തുക്കൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ബ്രഹ്മം ജ്ഞാനത്തിന് വിഷയമാകത്തില്ലല്ലോ, അത് സ്വരൂപല്ലേ? മനസ്സിലായോ? എത്രയോ കാലം കക്ഷി ഇവിടെ കിടന്ന് നെഞ്ചിട്ടടിച്ചതാണ്. പക്ഷെ ഇതിന്റെ ടെർമിനോളജി അത്രയും പെർഫെക്റ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കേട്ട് മനസ്സിലാക്കണം ഇതെങ്ങനെയാ പോകുന്നത്. ഇത് ഉപനിഷത്തിലില്ല ഈ സാധനം, ഇത് ഹയർ ടെക്സ്റ്റിലേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹയർ ടെക്സ്റ്റ് ബന്ധിപ്പിച്ച് വെച്ചത് ന്യായത്തില. നല്ല നൈയായികൻ വട നിർണയം എങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രവേശം ഹയർ ടെക്സ്റ്റിലേക്ക് കിട്ടത്തുള്ളൂ. അവിടെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൽ എന്താ പറഞ്ഞത് മനസ്സിലാകത്തുള്ളൂ. ഭാഷകാരൻ പങ്ക്തി ക്ലിയർ ആണ്, പക്ഷെ വളരെ ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്കത് അദ്വൈത സിദ്ധി സിദ്ധാന്ത ബിന്ദു ഇങ്ങനത്തെ ടെക്സ്റ്റുകൾ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പൊ തത് കീദൃശം ആത്മതത്വം, ആ ആത്മതത്വം കീദൃശം എപ്രകാരം ഇരിക്കുന്ന ആത്മതത്വമാണ് അത്. ഏത് ഇനിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്? ആ ആത്മതത്വം എങ്ങനെ ഇരിക്കുന്നതാണെന്ന് ചോദിച്ചല്ലോ. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം? ജ്ഞാനമാണ് പ്രശ്നം. ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്, ജ്ഞാനത്തിന്റെ വിഷയം അത് ഏത് സ്വരൂപത്തിലായിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ജ്ഞാനത്തിന് വിഷയമുണ്ട്. അന്നപ്പോൾ മറ്റുള്ളവർ പറയും ഘടാതിജ്ഞാനത്തിന് വിഷയമുണ്ട്, ഘടാകാര വൃത്തിക്ക് വിഷയമുണ്ട് ഘടം, ബ്രഹ്മാകാര വൃത്തിക്ക് വിഷയമില്ല എന്ന് പറയും. നിങ്ങൾക്കിനി മന്ത്രത്തിലും കാണാം. ടീക്കേ, മനസ്സിനാൽ അറിയത്തില്ല എന്നൊക്കെയുള്ള വാക്യങ്ങൾ വരും. പക്ഷേ മനസ്സിനാൽ അറിയണം എന്നുള്ള വാക്യം വരും. ഇത് രണ്ടും കോൺട്രഡിക്ട് ചെയ്യുന്നില്ല വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതെന്താ അങ്ങനെ? തുടക്കക്കാർക്കാണ് അത് വിരുദ്ധാർത്ഥമായിട്ട് തോന്നുന്നത്, മനസ്സിലാക്കിയാണ് ഇത് വിരുദ്ധാർത്ഥമല്ല. ഇവിടെ രണ്ട് ഘട്ടമായിട്ട് രണ്ട് രീതിയിൽ ഇതിനെ സംസാരിക്കാം. നമ്മൾ കുറെ കാലമായിട്ട് വൃത്തിവ്യാപ്തി പറയാന്ന് പറഞ്ഞ പോലെയല്ലേ, ഇന്ന് ഞാനതിന് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി പറഞ്ഞുതരാം. ജ്ഞാനത്തെ നൈയായികന്മാരുടെ ദൃഷ്ടിയിൽ രണ്ടാക്കാം, സ്മൃതി, അനുഭവം. അനുഭവത്തിൽ നിന്ന് മാത്രമേ സ്മൃതി ജനിക്കത്തുള്ളൂ. അനുഭവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അനുഭവജന്യ സംസ്കാരം ഉണ്ടാവും, ആ സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ഉണ്ടാവും. അപ്പോൾ അനുഭവത്തിന്റെയും സ്മൃതിയുടെയും രണ്ടിന്റെ ഇടയ്ക്കിരിക്കുന്ന ഈ സംസ്കാരം എന്നുള്ളത് ജ്ഞാനസ്വരൂപമല്ല, അതിന്റെ അപ്പുറം ജ്ഞാനമാണ്. അനുഭവം ജ്ഞാനമാണ്, സ്മൃതിയും ജ്ഞാനമാണ്. ഇനി അനുഭവത്തെ രണ്ടാക്കും. ആദ്യം ജ്ഞാനത്തെ രണ്ടാക്കി, അനുഭവം, സ്മൃതി ഒഴിവാക്കി, അനുഭവത്തെ എടുത്തു. അനുഭവത്തെ രണ്ടാക്കി, യഥാർത്ഥം, അയഥാർത്ഥം. അയഥാർത്ഥത്തെ ഒഴിവാക്കി, യഥാർത്ഥത്തെ എടുത്തു. യഥാർത്ഥ ജ്ഞാനത്തെ നൈയായികന്മാര് നാലാക്കും: പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശാബ്ദം. 4 എണ്ണം.
വേദാന്തി 2 കൂടി ചേർക്കും. അർത്ഥാപത്തി, അഭാവജ്ഞാനം. അതായത് പ്രത്യക്ഷം എന്നുള്ളത് ജ്ഞാനവുമാണ്. ഇതിന്റെ പ്രമാണത്തെ നമ്മൾ പ്രത്യക്ഷം എന്നാ പറയാ. അതേപോലെ അർത്ഥാപത്തി എന്നുള്ളതും ജ്ഞാനവുമാണ്. അതിന്റെ പ്രമാണത്തെ നമ്മൾ അർത്ഥാപത്തി എന്ന് പറയാ. പക്ഷേ അനുമതിയുടെ കാരണത്തെ അനുമാനം എന്ന് പറയാ. അനുമതിയാണ് ജ്ഞാനം, ഇതിന്റെ പ്രമാണം അനുമാനമാണ്. ഉപമിതിജ്ഞാനത്തിന്റെ പ്രമാണം ഉപമാനമാണ്. ശാബ്ദജ്ഞാനത്തിന്റെ പ്രമാണം ശാബ്ദമാണ്. അനുപലബ്ധി എന്നുള്ള പ്രമാണത്തിന്റെ കാര്യം അഭാവജ്ഞാനമാണ്. അപ്പൊ അഭാവജ്ഞാനത്തിന്റെ പ്രമാണമാണ് അനുപലബ്ധി. ബാക്കി 2 പ്രത്യക്ഷവും അർത്ഥാപത്തിയും അതിന്റെ പ്രമാണത്തിനും പ്രമാണജന്യ ജ്ഞാനത്തിനും ഒറ്റ പേരേ ഉള്ളൂ. സമാനമായിരിക്കും അത്. പ്രത്യക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷജ്ഞാനം, അർത്ഥാപത്തിയിൽ നിന്ന് അർത്ഥാപത്തിജ്ഞാനം. ഇങ്ങനെയാണ് പോകുന്നത്. യഥാർത്ഥ ജ്ഞാനത്തെ 6 ജ്ഞാനത്തെ 2 അനുഭവം, സ്മൃതി. അനുഭവത്തെ 2 യഥാർത്ഥം, അയഥാർത്ഥം. യഥാർത്ഥ അനുഭവത്തെ 6 പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശാബ്ദം, അർത്ഥാപത്തി, അഭാവജ്ഞാനം. യഥാർത്ഥ അനുഭവം 6 ഇതിന്റെ പ്രമാണങ്ങളാണ് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി. അപ്പോൾ ഈ 6 വിധജ്ഞാനം ഇനി നമ്മൾക്ക് പ്രത്യക്ഷത്തിനെ 2 6 കഴിഞ്ഞില്ല. അതിലൊന്നാണ് ഈ പ്രത്യക്ഷം. ഈ പ്രത്യക്ഷ സ്ഥലത്തെയാണ് നമ്മൾ എടുത്തിട്ട് ഈ പ്രത്യക്ഷം ഒഴിവാക്കിയിട്ട് 6 പ്രത്യക്ഷം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ജ്ഞാനങ്ങളും പരോക്ഷ ജ്ഞാനങ്ങളായിരിക്കും. 5 പരോക്ഷ ജ്ഞാനമാണ് സാമാന്യമായിട്ട്. പക്ഷേ വിഷയം ശബ്ദം എന്നുള്ള പ്രമാണത്തിൽ നിന്ന് ഉത്പന്നമാവുന്ന ശാബ്ദജ്ഞാനം അത് വിഷയത്തിനനുസരിച്ച് മാറും. വിഷയം പ്രത്യക്ഷ യോഗ്യമാണെങ്കിൽ ജ്ഞാനം അപരോക്ഷമായിരിക്കും. വിഷയം അപരോക്ഷ യോഗ്യമാണെങ്കിൽ അത് ജ്ഞാനം അപരോക്ഷമാവും. വിഷയം അപരോക്ഷമാവാൻ യോഗ്യമല്ല, പരോക്ഷ വസ്തുവാണെങ്കിൽ ശബ്ദത്തിൽ നിന്ന് ജനിക്കുന്ന ജ്ഞാനം പരോക്ഷ ജ്ഞാനമായിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ശബ്ദത്തിന്റെ കേസിൽ മാത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചല്ലോ വിസ്ഡം എന്താണെന്ന്, അതന്നെയല്ലേ വിസ്ഡം എന്നുള്ളതിനെ ഇത് അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇല്ല, വിസ്ഡം എന്നൊക്കെ പറഞ്ഞാൽ വിസ്ഡം എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയോ അന്ധകരണ വൃത്തിയാണ് ജ്ഞാനം? അതിനെത്ര വിഭാഗം ഉണ്ടെന്ന്? വിസ്ഡം എന്നുള്ളത് ബ്രഹ്മസ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമോ നിങ്ങൾ? വിസ്ഡം ഉണ്ടാക്കാൻ പറ്റുന്നതാണോ അല്ല അത് സ്വരൂപമാണോ? അല്ല, വിസ്ഡം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, വിസ്ഡം അനുഭവത്തിൽ കൂടി വരും. പക്ഷേ അങ്ങനെയൊന്നും പറയാതെ നിങ്ങളുടെ ഏതെങ്കിലും വഴിക്ക് കയറി ഓടാതെ നിങ്ങൾ ആ സോക്കോൾഡ് ഗുരുക്കന്മാരുടെ സാധനം എടുത്ത് സൈഡിൽ വെക്ക്. ഇത് മനസ്സിലാവൂല സാധനം. പിന്നെ ഇത് മനസ്സിലാക്കിയ ശേഷം പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാനുണ്ടാകത്തില്ല. നോക്കിയോ? അല്ലാതെ അതായത് അറിയാത്തവൻ എന്തൊക്കെയോ ഇല്ല. അതുകൊണ്ടാണ് ഗുരു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ എന്നാ പറഞ്ഞത്. എന്ന് പറയുന്ന അർത്ഥം ഒരു ഗുരു തന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചവനായിരിക്കണം. ഇത് എത്ര പേരുണ്ട് ഇപ്പോൾ ഗുരു എന്ന്, അതായത് ഗുരുവായിട്ട് സ്വന്തം ഗുരുവിന്റെ അടുത്ത് പഠിച്ച ആൾക്കാർ? അതും എന്ത് പഠിച്ചത്? കളരിപ്പറ്റി പഠിച്ച ആൾക്കാരല്ലല്ലോ ഇവിടെ ഇപ്പോൾ അദ്വൈത വേദാന്തം ചലായിക്കുന്നത്. അദ്വൈത വേദാന്തം തന്നെ പഠിക്കണം. അല്ലാതെ വേറെ ഒന്നും പഠിച്ചിട്ട് ഇവിടെ ഗുരു ആവാൻ പറ്റത്തില്ല. ജ്ഞാനം ബ്രഹ്മസ്വരൂപമാണ്, ആരും നിഷേധിച്ചു. പക്ഷേ ഒരു ജ്ഞാനം ഇതുണ്ട്, ബ്രഹ്മാകാര വൃത്തി. ഈ അദ്വൈത വേദാന്തം പഠിക്കുന്ന 99.99% കയ്യിലും ബ്രഹ്മാകാര വൃത്തി അന്ധകരണ വൃത്തിയാണെന്നും അത് ഉണ്ടാവുന്നതാണെന്നുള്ള അറിവൊന്നുമില്ല. അവർക്ക് എന്ത് വൃത്തിവ്യാപ്തി, എന്ത് ഫലവ്യാപ്തി. ഇത് ബേസിക് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി. കൈലാസിലെ പിള്ളേര് അമ്മാനാടും സാധനമാണിത്. തുടക്കത്തിലെ സ്വാമി ഇതൊക്കെ പഠിപ്പിച്ചു കളയും. വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി അറിയാതെ പിന്നെ എന്ത് വേദാന്തം, എന്ത് ശാങ്കര വേദാന്തം? അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നു. ഇനി നിങ്ങൾ പ്രത്യക്ഷ സ്ഥലം എടുത്തോ. എന്ന് പറയാൻ പ്രത്യക്ഷത്തെ അപരോക്ഷം എന്നും പറയാം. ചിലർ പറയും എന്ത് ശബ്ദജന്യ ജ്ഞാനമൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രത്യക്ഷം ഉണ്ടാകത്തില്ല. അവിടെ ശബ്ദജന്യ ജ്ഞാനത്തെയാണ് പ്രത്യക്ഷം എന്ന് പറഞ്ഞത്. അവര് കരുതുന്നത് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ചക്ഷുജന്യ ജ്ഞാനം മാത്രമാണ്. അല്ല, ശബ്ദത്തിൽ നിന്നും പ്രത്യക്ഷം ഉണ്ടാവും. കാരണം പ്രത്യക്ഷത്തെ അപരോക്ഷം എന്നും പറയാം, അനുഭൂതി എന്ന് പറയാം. അനുഭൂതി എന്നുള്ളത് ബ്രഹ്മത്തിലും ശബ്ദപ്രയോഗം നടത്താറുണ്ട്. അനുഭൂതി കാരണം ജ്ഞാനത്തെ അനുഭൂതി എന്ന് പറയാം എന്നുള്ളത് കൊണ്ട്. ഇനി പറയുന്ന പ്രക്രിയ തെറ്റാണ്, പക്ഷെ നമുക്കിവിടെ ആവശ്യമുണ്ട്. എന്റെ കയ്യിൽ ഘടം ഇല്ലാത്തത് കൊണ്ട് ഈ ജണ്ടുബാമിന്റെ ഇതാണ് നമ്മുടെ ഘടമേ, ഇതാണ് ഘടം. അങ്ങനെ ഈ ഘടദേശത്തേക്ക് എന്റെ അന്ധക്കരണം വൃത്തിരൂപത്തിൽ പരിണമിച്ച് ചക്ഷുവിലൂടെ ഗമിച്ച് ഈ ഘടവുമായിട്ട് സംബന്ധിച്ചു കഴിഞ്ഞാൽ
ആ അന്ധക്കരണത്തിന്റെ വൃത്തിക്ക് ഘടത്തിന്റെ ആകാരം ഉണ്ടാവും. ഒന്നുകൂടി പറഞ്ഞാല് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്ധക്കരണത്തിൽ നിന്ന് നിർഗമിക്കുകയും ഘടദേശത്ത് എത്തി നിൽക്കുകയും എന്നാൽ ഘടവുമായിട്ട് സംബന്ധിക്കാത്ത വൃത്തിയെ പ്രമാണവൃത്തി എന്ന് പറയും. ठीक, പല രീതിയിൽ പറഞ്ഞു പോകാം ഇതിന്. ठीक, ഇതൊന്നേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഈ ഘടാകാരത്തിൽ പരിണമിച്ചു കഴിഞ്ഞാൽ ആര് വൃത്തിയാണ്, അന്ധക്കരണത്തിന്റെ വൃത്തി ഇങ്ങ് പോരുകയാണ് ചക്ഷുവിലൂടെ വിഷയദേശം വരെ എന്നാണ്. അപ്പോൾ ഘടാകാരത്തിൽ പരിണമിച്ച വൃത്തിയെ നമ്മൾ പ്രമാത്മക വൃത്തി എന്ന് പറയും. ഇതാണ് ജ്ഞാനം. ഇനി ഇത് മാറ്റുകയാണ്. ഒരു അന്ധക്കരണത്തിന്റെ വൃത്തിയും ആ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം ഉണ്ടാകും. കാരണം ചൈതന്യം സർവ്വവ്യാപിയാണ്. ഈ വൃത്തി ആരുടേതാ? അന്ധക്കരണത്തിന്റെ. അന്ധക്കരണത്തിലും ചൈതന്യത്തിന്റെ പ്രതിഫലനം നേരിടുന്നുണ്ട്. ആ പ്രതിഫലനം നേരിട്ടിരിക്കുന്ന ചേതനെയാണ് നമ്മൾ പ്രമാത എന്ന് പറയുന്നത്. അവനാണ് വസ്തുക്കളെ അറിയുന്നത്. വേണേ അവനെ നമുക്ക് സാക്ഷി എന്നും പറയാം. നിൽക്കട്ടെ അവിടെ. അപ്പൊ അന്ധക്കരണാവച്ചിന് ചൈതന്യമാണ് പ്രമാത. അന്ധക്കരണത്തിന്റെ വൃത്തി പുറമെ വന്ന സമയത്ത് വിഷയമായിട്ട് സംബന്ധിച്ചിട്ട് വിഷയാകാരത്തിൽ പരിണമിച്ചിരുന്നു ആ വൃത്തി. അപ്പൊ വിഷയാകാരത്തിൽ പരിണമിച്ച ഘടാകാര രൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന വൃത്തിയും ആ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യവും ചേർന്ന് കഴിഞ്ഞാൽ ജ്ഞാനം ആയി. അപ്പൊ ജ്ഞാനത്തിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് വൃത്തിയായിരിക്കുന്ന ജഡവും, രണ്ടാമത്തേത് വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യവും. ഇത്രയും പിടി കിട്ടിയോ? ഇനി എന്തൊക്കെ കാര്യമാണ് വരാൻ പോകുന്നത് നോക്കിയോ. ഈ വൃത്തി ജഡമാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് സൂര്യന്റെ പ്രകാശം നേരിട്ട് വൃത്തിയിൽ പതിച്ചത് കൊണ്ട് ഇവിടെ ഒന്നിനെയും അത് കത്തിക്കത്തില്ല. പക്ഷെ അത് ലെൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാല് അത് വേണേ പുല്ലിനെയൊക്കെ കടലാസിനെയൊക്കെ കത്തിച്ചു കളയും. അങ്ങനത്തെ ഒരു ശക്തി ആ രശ്മികൾക്ക്, സൂര്യരശ്മികൾക്ക് സംഭവിക്കുന്നത് പോലെ കേവല ജഡമായിരിക്കുന്ന വൃത്തി ഈ വസ്തുവായിരിക്കുന്ന ഘടനിഷ്ഠ ആവരണത്തെ നശിപ്പിക്കുന്നില്ലെങ്കിലും അതെന്തുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്? അതാണ് പ്രശ്നം. ഘടം നമ്മൾക്ക് വിഷയമാവുന്നതിന് മുന്നേ അവിഷയമായിക്കൊണ്ട് ഘടം നിലനിന്നിട്ടുണ്ട്. അവിഷയമായിക്കൊണ്ട് ഘടം നിലനിന്നു പറഞ്ഞാല് ആ ഘടത്തിന്റെ അറിവ് നമ്മൾക്കില്ല എന്നർത്ഥം. അറിവില്ല എങ്കിൽ പിന്നെ അജ്ഞാനമുണ്ട്. ആ അജ്ഞാനം എന്ന് പറഞ്ഞാല് ഘടത്തെ ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന അജ്ഞാനമാണ്. അന്നപ്പോൾ ഈ വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഘടാകാര വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഘടത്തെ ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെടും. ശരിക്കും ഒരു ഘടവും അല്ലത്, ഘടാവസ്ഥന ചൈതന്യമാണ്. കാരണം സർവത്ര ചൈതന്യം അനുസ്യൂതമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ വൃത്തിയവച്ഛന ചൈതന്യം ഒന്ന് മനസ്സിലായല്ലോ. പിന്നെ ഒന്നാണ് വിഷയാവച്ഛന ചൈതന്യം. നമുക്ക് ചൈതന്യത്തെ അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പൊ നേരിട്ട് നിങ്ങൾ വിഷയം ഒന്ന് കണ്ടോ, ഒരു സിംപ്ലിസിറ്റി, വിഷയത്തെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ് ഈ കാര്യത്തെ. അപ്പോൾ വിഷയത്തിൽ ആവരണം ഇരിക്കുന്നുണ്ട്, അതിനാൽ ഘടത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ചൈതന്യം പ്രതിഫലിക്കപ്പെട്ടിരിക്കുന്ന വൃത്തിയിൽ ഒരു ശക്തി ഉണ്ട്. ഇതെന്ത് ചെയ്യും? ഈ വിഷയത്തിന്റെ, ഘടത്തിന്റെ ആവരണമായിരിക്കുന്ന അജ്ഞാനത്തെ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയും. ഈ ആവരണാത്മകമായിരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെട്ടാലും ഈ ഘടം പ്രകാശിക്കത്തില്ല. കാരണം ഘടം സ്വരൂപത്തിലെ ജഡമാണ്. അന്നപ്പം എന്ത് ചെയ്യും? ഈ വൃത്തിയോട് കൂടെ ഇരുന്ന ചൈതന്യം ഉണ്ടല്ലോ, അവൻ കയറിയിട്ട് ഈ വിഷയത്തെ പ്രകാശിപ്പിക്കും. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് വൃത്തി ആവരണത്തെ നശിപ്പിക്കുന്നു, രണ്ടാമത്തേത് വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഈ അപരോക്ഷ സ്ഥലത്ത് എന്ന് പറയാം, പ്രത്യക്ഷ സ്ഥലത്ത് വിഷയമായിട്ട് സന്നികർഷം നേരിട്ടിരിക്കുന്ന വൃത്തി എന്ന് പറഞ്ഞാൽ സംബദ്ധയായിരിക്കുന്ന വൃത്തി ആ വിഷയത്തിന്റെ ആവരണത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് വൃത്തിവ്യാപ്തി. വൃത്തിയുടെ വ്യാപ്തി കാര്യം, വൃത്തിയുടെ കാര്യം എന്താ? വിഷയനിഷ്ഠ ആവരണത്തെ നശിപ്പിക്കുക എന്നുള്ളത്. ആ സമയത്ത് തന്നെ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം വിഷയത്തെ പ്രകാശിപ്പിക്കും. അതാണ് ഫലവ്യാപ്തി. ഫലം എന്ന് പറഞ്ഞാൽ തന്നെ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യമാണ്. അതിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ, അതിന്റെ സംബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം വിഷയത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രത്യക്ഷ സ്ഥലത്ത് വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? വിഷയത്തിന്റെ ഭാനം ഉണ്ടാവും. പരോക്ഷ സ്ഥലത്തോ വിഷയനിഷ്ഠ ആവരണം നഷ്ടപ്പെടുമെന്നല്ലാതെ വിഷയത്തെ ചൈതന്യം വിഷയാവച്ഛിന്നത്വനെ പ്രകാശിപ്പിക്കത്തില്ല. ഇനിയും ടഫാവുന്നത് ഇങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് പരോക്ഷ വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാലും വൃത്തി അവച്ഛിന്നത്വേന ചേതനൻ വിഷയത്തെ പ്രകാശിപ്പിക്കും പരോക്ഷ സ്ഥലത്ത്. അപരോക്ഷ സ്ഥലത്ത് വിഷയാവച്ഛിന്നത്വേന പ്രകാശകൻ വസ്തുവിനെ പ്രകാശിപ്പിക്കും. ചെറിയ വ്യത്യാസം. രണ്ടു സ്ഥലത്തും വിഷയം പ്രകാശിക്കണം. പക്ഷെ അപ്പോൾ പോലും നിങ്ങൾ അത് വിട്ടേക്ക്, എന്നാൽ ആദ്യത്തെ പിടിച്ചോ.
ഞാനിത് ഇങ്ങനെ പോകുന്നത് ഒരു സ്ഥലത്ത് നിന്ന് പോരുന്നുള്ളതുകൊണ്ട് ഇതും കുറച്ച് വെച്ചത്. കാരണം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ കേൾക്കുന്ന നേരം അയ്യോ ഇത് ഇങ്ങനെയല്ലല്ലോ പണ്ട് പറഞ്ഞെന്നുള്ളത് ഡൗട്ട് വരരുത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടിനെ എടുത്ത് കാണിച്ചു. നിങ്ങൾക്ക് ഇത്രയും മതി. ഇപ്പോൾ ഘടാകാര വൃത്തി ഉത്പന്നമാകുമ്പോൾ ചൈതന്യം പ്രതിഫലിതമായിരിക്കുന്ന വൃത്തി, ആ ചൈതന്യം വൃത്തിയിൽ പ്രതിഫലിച്ചു എന്നുള്ളത് കൊണ്ട് വൃത്തിക്ക് ഒരു ശക്തി വരികയാണ്. ആ ശക്തിയാല് വിഷയനിഷ്ഠ ആവരണത്തെ വൃത്തി നശിപ്പിക്കും. അപ്പോൾ പോലും വിഷയം ജഡമായതുകൊണ്ട് പ്രകാശിക്കത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? അതേസമയം വൃത്തി വിഷയനിഷ്ഠ ആവരണം നശിപ്പിക്കുന്ന അതേ സമയം തന്നെ ആവരണം നഷ്ടപ്പെട്ടല്ലോ. ഇനി ആ വൃത്തി അവച്ചന ചൈതന്യം വിഷയത്തെ പ്രകാശിപ്പിക്കും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അപരോക്ഷ ജ്ഞാനമായിരിക്കുന്ന പ്രത്യക്ഷ ജ്ഞാന സ്ഥലത്ത് നടക്കുന്നത്. അപ്പൊ വൃത്തിയാലുള്ള വിഷയനിഷ്ഠ ആവരണത്തിന്റെ നാശത്തെ വൃത്തിവ്യാപ്തി എന്നും വൃത്തിപ്പലിവിലെ ചൈതന്യത്താലുള്ള വിഷയത്തിന്റെ പ്രകാശത്തെ ഫലവ്യാപ്തി എന്നും പറയും. കിട്ടിയോ? ഇനി ഇതിന്റെ ദൃഷ്ടാന്തം കണ്ടോ? നമ്മൾ ഒരു ഇരുട്ടുള്ള റൂമില് ഒരു ഘടം വെച്ചു. ആ ഘടത്തെ ഒരു തുണി കൊണ്ട് മൂടിയിട്ടു. ഇനി ഒരാളെ വിളിച്ചോണ്ട് വന്നു, ഞാനൊരു പുതിയ ഘടം വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഘടത്തിന്റെ മുകളിലുള്ള തുണി മാറ്റിക്കഴിഞ്ഞാല് ഘടം കാണപ്പെടുവോ? കാണില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാ? ഘടം എന്നുള്ള സ്വരൂപത്തിൽ പ്രകാശ സ്വരൂപം അല്ല, അതുകൊണ്ടാണ് കാണാൻ പറ്റാം. ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഒരു പുതിയൊരു ടോർച്ച് വാങ്ങിച്ചു. എന്നിട്ട് ടോർച്ച് നിങ്ങൾ അതിനെ കത്തിച്ചിട്ട് എവിടെയും വെച്ചു. പക്ഷെ അതിന്റെ പൊക്കത്ത് നിങ്ങൾ ഒരു ടോപ്പും വെച്ച് കളഞ്ഞു. അപ്പൊ അത് കാണാൻ പറ്റത്തില്ല അല്ലേ? ഒരാളോട് പറഞ്ഞു ഞാനൊരു ടോർച്ച് വാങ്ങിച്ചിട്ടുണ്ട്, കാണിക്കാൻ വന്നപ്പോൾ അതിന്റെ പൊക്കത്തുള്ള ടോപ്പ് എടുത്ത് കളഞ്ഞു. ഇനി ടോർച്ച് കാണപ്പെടുവോ? എന്തുകൊണ്ടാ? അത് സ്വരൂപത്തിലെ പ്രകാശനായിരുന്നു. അതിന് ആവരണം നഷ്ടപ്പെട്ടാൽ മാത്രം മതി. സ്വരൂപത്തിൽ ഏതാണ് പ്രകാശമല്ലാത്തത് അതിന് ആവരണവും നഷ്ടപ്പെടണം, മറ്റൊരു പ്രകാശകന്റെ സഹായവും വേണം തനിക്ക് പ്രകാശിക്കാൻ, മറ്റൊരു പ്രകാശകന്റെ സഹായം വേണം. ഇതേപോലെയാണ് ഇവിടെയും വന്നത്. ഘടം ജഡമായതുകൊണ്ട് ആവരണം നഷ്ടപ്പെട്ടാലും പ്രകാശിക്കത്തില്ല. അതുകൊണ്ട് ഘടാവച്ഛിന്ന ചൈതന്യത്തിൽ നിന്ന് അഭിന്നമായിരിക്കുന്ന വൃത്തിയവച്ഛന ചൈതന്യ വിഷയത്തെ പ്രകാശിപ്പിക്കണം. ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ വൃത്തിയിലെ ചൈതന്യം വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന, ശരിക്കും ഈ വൃത്തിയിലെ ചൈതന്യവും വിഷയത്തിന്റെ ചൈതന്യവും ഒന്നായി മാറും. എന്നിട്ടാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുക. അതുകൊണ്ട് അത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പറഞ്ഞത്. ഇനി നിങ്ങൾ ബ്രഹ്മാകാര വൃത്തി സ്ഥലം നോക്കിയോ. ഘടാകാര വൃത്തി സ്ഥലത്ത് നമുക്ക് വൃത്തിവ്യാപ്തിയും വേണം, ഫലവ്യാപ്തിയും വേണം. എങ്കിൽ മാത്രമേ ഘടപ്രകാശം നടക്കത്തുള്ളൂ. പക്ഷേ ബ്രഹ്മാകാര വൃത്തി സ്ഥലത്ത് ഇത് വരത്തില്ല. ബ്രഹ്മത്തെ ഇപ്പോൾ അറിയാമോ? അറിയാം. എങ്ങനെ? അഹം ഞാൻ തന്നെയല്ലേ ബ്രഹ്മം, അല്ലാതെ എൻ്റെ വേറെ ആരൊന്നുമല്ലല്ലോ. പക്ഷെ അപ്പോൾ അവൻ ആവൃതനാണ്. ബ്രഹ്മം ആവൃതനാണെങ്കിൽ പോലും അവന്റെ സത്താംശത്തിൽ ആവരണമില്ല. അതുകൊണ്ടാണ് അഹം എന്ന് നമുക്ക് ബോധിക്കുന്നത്. ചിതാംശത്തിലും ആവരണമില്ല. അതുകൊണ്ടാണ് ചേതനോഹം എന്ന് ബോധം ഉണ്ടാകുന്നത്. പക്ഷേ പരിപൂർണഹോം ആനന്ദോഹം എന്ന് നമുക്ക് ബോധമില്ല. കാരണം തദംശത്തിൽ ആവരണമുണ്ട്. അപ്പോൾ ബ്രഹ്മാകാര വൃത്തി വരുമ്പോൾ എന്ത് ചെയ്യും? ഇനി പറ. ബ്രഹ്മാകാര വൃത്തി എന്ന ബ്രഹ്മത്തെ ആകാരത്തിലെ വൃത്തിയും തത്പ്രതിഫല ചൈതന്യവും, ഇതിനല്ലോ നിങ്ങൾ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നത്. ठीक പക്കാ പ്രക്രിയയിലെത്തിയ ഇതില്ലേ വൃത്തി എന്ത് ചെയ്യും? പറ, നെക്സ്റ്റ് ലെവൽ പറ. ബ്രഹ്മാകാര വൃത്തിയും ചൈതന്യവും. ഇപ്പൊ വൃത്തി എന്ത് ചെയ്യും? ചൈതന്യത്തിന്റെ സഹായത്തോടുകൂടി. ചൈതന്യ സഹായമുള്ള വൃത്തി നിങ്ങളുടെ ഘടാകാര വൃത്തിയും ചൈതന്യവും. അപ്പം ഘടാകാര വൃത്തി എന്ത് ചെയ്തു? ആവരണത്തെ നശിപ്പിച്ചു. ഏത് ഘടാകാര വൃത്തി ആവരണം നശിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാകാര വൃത്തി എന്ത് ചെയ്യും? ബ്രഹ്മത്തിന്റെ ആവരണത്തെ നശിപ്പിക്കും. അത്ര ചിന്തിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാ വേണ്ടാത്ത വഴിയിലേക്ക് ഓടുന്നത്? അപ്പം ബ്രഹ്മാകാര വൃത്തിയും തൽപ്രതിഫല ചൈതന്യം ഇരുന്ന് കഴിഞ്ഞാല് ബ്രഹ്മനിഷ്ഠ ആവരണത്തെ നശിപ്പിച്ചു തരും. ആര്? വൃത്തി. ബ്രഹ്മത്തിന്റെ ആവരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ആ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ പോകണ്ട. കാരണം ബ്രഹ്മം സ്വയം പ്രകാശനായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഫലവ്യാപ്തി ആവശ്യമില്ല, വൃത്തിവ്യാപ്തി ആവശ്യമുള്ളൂ. പിടികിട്ടിയോ? ഇത്രയും പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടും മനസ്സിലാക്കാം. ജ്ഞാനത്തിന്റെ വിഷയമാവും ബ്രഹ്മം എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ഉദ്ദേശിച്ചത്? വൃത്തിവ്യാപ്തി ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. ജ്ഞാനത്തിന് വിഷയമാവത്തില്ല ബ്രഹ്മം എന്ന് പറയുന്ന സ്ഥലത്ത് ഫലവ്യാപ്തി ഇല്ല എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. തത് കീദൃശം ആത്മതത്വം. അപ്പോൾ ഇനിയാണ് നിങ്ങളുടെ ബ്രഹ്മാകാര വൃത്തി ഉണ്ടായില്ലേ, ഈ ബ്രഹ്മാകാര വൃത്തിയുടെ വിഷയം ഏത് സ്വരൂപത്തിലാണെന്നാണ് ചോദ്യം. നല്ല സ്ഥലത്താണ് നമ്മൾ വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും കുടച്ച് വെച്ചത്. ഇത് ഇവിടം വരെ ചോദ്യമാണ്. കോമേട്ടോ ഉച്ചതേ, ഇതിനുള്ള ഉത്തരം കൊടുക്കുകയാണ് നമ്മൾ ശ്ലോകത്തിലൂടെ. ശ്ലോകം കണ്ടോ? മന്ത്രം കണ്ടോ? അനേജദേകം മനസോ ജരീയോ നൈനദേവ ആപ്നുവൻ പൂർവമർഷത്
തദ്ധാവതോന്യാനത്യേതി തിഷ്ടത് തസ്മിന്നപോമാദരിശ്വാ ദധാതി. ചൊല്ലിക്കോ. അനേജതേകം അനേജതേകം മനസോ മനസോ ജലീയോ മനസ്സോ മനസോ ജലീയോ നൈനദ്ദേവ നൈനദ്ദേവ ദേവാ ആപ്നുവൻ പൂർവമർഷത് ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ തദ്ഭാവതോ ഭാവതോ ന്യാൻ. ഞാൻ ഞാൻ അകാരം ചൊല്ലാൻ പാടില്ല. അകാരം ഉണ്ട് അവിടെ. ഓകാരത്തിന് ശേഷം അകാരം വന്നു കഴിഞ്ഞാല് ठीके ഏകപദാന്താതതി എന്നുള്ള സൂത്രം കണ്ട് ഏകരൂപ അവശിഷ്ടമാകും അത്. അപ്പോൾ ഓയെ കാണത്തുള്ളൂ. തദ്ധാവതോന്യാനത്യേതി തിഷ്ടത്. താപതോ അന്യാനത്യേതി തിഷ്ടത്. അകാരം കേൾക്കുന്നുണ്ട്, അകാരം കേൾക്കാൻ പാടില്ല. തദ്ധാവതോ അന്യാന്നില്ല, തദ്ധാവതോന്യാന്നേ പറയാൻ പാടുള്ളൂ. തദ്ധാവതോന്യാനത്യേതി തിഷ്ടത്. അന്യാനത്യേതി തിഷ്ടത്. തസ്മിന്നപോ തസ്മിന്നപോ മാദരിശ്വ. മാദരിശ്വ തസ്മിന്നപോ മാദരിശ്വ മാദരിശ്വ തസ്മിന്നപോ മാദരിശ്വ ദധാതി. 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 തസ്മിന്നപോ മാദരിശ്വ ദധാതി. തസ്മിന്നാദരോ മാദരിശ്വ ദധാതി. ദൂത് എന്ന് പറഞ്ഞേ. ദൂത് ഹിന്ദി ലാംഗ്വേജിൽ വന്നാൽ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പദമാണ് ദൂത്. ദൂതൽ നമ്മളെന്താ പറയാന്നോ? ദൂത് എന്ന് പറയും. തെറ്റാണ്. ദൂത് അതായത് ആദ്യം മൃദുവും പിന്നെ ഘോഷ ശബ്ദവുമാണ് വേണം. നമ്മൾ ആദ്യം ഘോഷവും പിന്നെ മൃദുവും കൊണ്ടുവരും. ഖരം അധികരം മൃദു ഘോഷം അനുനാസികം. ഖരം അധികരം മൃദു ഘോഷം അനുനാസികം 5 എണ്ണം. ഇതില് നമ്മൾക്ക് ദൂത് എന്ന് പറയാനാണ് നമുക്ക് പ്രാക്ടീസ്. ദൂത് എന്ന് പറയാനുള്ള പ്രാക്ടീസ് നമുക്കില്ല. എന്നാൽ ആദ്യം മൃദുവും പിന്നെ ഘോഷവും വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ പ്രക്രിയ പഠിക്കട്ടോ. ഏത് ഇപ്പം പറഞ്ഞ പ്രക്രിയ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഓഡിയോ വിടുക. ആ ഗ്രൂപ്പിൽ ഓഡിയോ വിടുക. തെറ്റിക്കോട്ടെ വിഷയമല്ല. നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്ന് മനസ്സിലാവുമല്ലോ. ठीक 2 വട്ടമെങ്കിലും കേൾക്കില്ല അതിന്റെ പേരിലെങ്കിലും. ആകെ 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ അവസാനം പാർട്ടിൽ അത് വന്നത്. അത് ശരിയാക്കിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രക്രിയ കറക്റ്റ് നടത്താം. പലർക്കും പ്രക്രിയ അറിയത്തില്ല ഏത് വഴി പോകുന്നു. വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി അറിയത്തില്ലേ, പ്രക്രിയ മൊത്തം പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചിലപ്പം പറയത്തില്ല ചിലര് സുഴുത്തിയിൽ അവിദ്യയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത്. നമുക്ക് തമാശ തോന്നുന്നത് എവിടെ നടാ പഠിച്ചതെന്നാ തോന്നുന്നത്. ഫസ്റ്റ് പഠിപ്പിക്കുന്ന ആളെ കയ്യിൽ അതൊക്കെ ഉള്ളത്. പഠിപ്പിക്കുന്ന ആൾക്ക് അറിഞ്ഞാലെങ്കിലേ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ സുഴുത്തിയിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്. അതായത് നമ്മൾക്ക് പേടിയാണ് ഈ അദ്വൈത വേദാന്തം ബ്രഹ്മസ്വരൂപിന്റെ അമ്മോ ജ്ഞാനം എന്തോ സംഭവമാണെന്നുള്ളത്. പിന്നെ ടെർമിനോളജി പഠിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്തിരുന്നിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളതൊക്കെ. പക്ഷെ അവരെ മുന്നോടുക്കണം. അല്ലാതെ തന്റെ കയ്യിലുള്ള സാധനം എടുത്തിട്ട് അമ്മാനം അടിച്ച് കാര്യമൊന്നുമില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം ഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.